സ്മിത പറഞ്ഞു എന്താണ് മയക്കുമരുന്നിന്റെ അഡിക്ഷനെ പറ്റി. ഇപ്പൊ നമ്മുടെ ഈ ഇടയ്ക്ക് കുറെ ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാനൊരു 2 ദിവസം മുമ്പ് ഞാൻ ഒരു ലാബിലേക്ക് ടെസ്റ്റിന് പോയപ്പോ വെളുപ്പിന് ഒരു 8 മണിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോ ഇതിന്റെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമ്മുടെ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ വളരെ ഒരു പ്രൊഫഷനായിട്ട് ഇങ്ങനെ പോണു. അപ്പൊ എത്രയോ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്ക. അപ്പൊ ഈ അധ്യാപകരും ഉണ്ട് കൂടെ. അപ്പൊ ഈ അധ്യാപകര് പറയാണ് അതും കൂടി മാതൃക കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് ക്യാമ്പയിൻ മാത്രം പോലെ ഇത് വെറുതെ ഒരു ഇതുപോലെ പിള്ളേര് നടത്തുന്നതാണ്. അവര് പറഞ്ഞു ഞങ്ങൾ നടത്തണമെന്നുള്ള മനസ്സിലുള്ളൂ. ഈ ഒന്ന് മാറ്റി കൊടുക്കുക, കുറച്ചു നേരം വണ്ടികൾ വിടുക, പിന്നെ കുറച്ച് വീണ്ടും പോവുക. അതിന് ക്ഷമയും കൂടി അവർക്ക് വേണം. ഞാൻ ഇറങ്ങി ചെന്ന് വേറെ ആരും വന്നില്ല. ഞാൻ ഇറങ്ങി ചെന്ന് ഞാൻ പിള്ളേരോടും പറഞ്ഞു, സാറുമാരോടും പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പേര് ഏറ്റവും അത്യാവശ്യമായിട്ട് പോകണം, വയറ് വിഷന്നിട്ടാണ് നിൽക്കുന്നത്, ഒറ്റ പോകണം, ഒന്ന് കടത്തി വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ കളിയാക്കണ മാതിരി നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ അവർക്ക് വെറുതെ ഒരു ഫംഗ്ഷൻ നടത്തുന്നേ ഉള്ളൂ. അവർക്ക് അതിന്റേതായിട്ടുള്ളൊരു എങ്ങനെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യണം ഇതൊന്നും അറിയാണ്ടാണ്. അവിടെയൊക്കെ ശരിക്കും ഒരു വാല്യൂ സിസ്റ്റം അത് മയക്കുമരുന്നിനേക്കാളും കഷ്ടമാണ്. അത് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കും. ഒരു കളിയാക്കൽ എന്നുള്ള ഒരു സ്വഭാവം ഉണ്ട്. ഇപ്പൊ അത് ചെറുത് മുതലേ നമ്മള് എങ്ങനെയാ വെച്ചാൽ കുട്ടികൾക്ക് എന്ത് കൊടുത്തു അത് അവരിന്ന് കിട്ടും. നമ്മൾ കുട്ടികളെ വളരെ ചെറുതിൽ കളിയാക്കുകയും ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാട്ടോ. അപ്പൊ ചില കുട്ടികൾ കൊഞ്ചിക്കൊണ്ട് പറയും. ഈ കൊഞ്ചിക്കൊണ്ട് പറയുന്ന ഒരു കുട്ടിയെ അതേ രീതിയിൽ നമ്മൾ തിരിച്ചു കൊഞ്ചുമ്പോ കുട്ടിക്ക് അറിയില്ല അതെന്താന്നുള്ളത്. അപ്പൊ ഇവൻ എന്താണോ നമ്മൾ കൊടുക്കണേ അത് പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ചിലപ്പോ നമ്മൾ കണ്ടില്ല അവരൊക്കെ എത്ര നീ എന്ത് പഠിക്കണേ ഈ രീതിയിലുള്ള പരിഹാസം ഇവരുടെ ബ്രെയിൻ ലെവലില് നിൽക്കാത്ത കാര്യങ്ങൾ പറയണവരോട് ഇവരിത് ഉപയോഗിക്കും. അതായത് ഇപ്പൊ അവർക്ക് ഇത്ര പറയാനുള്ള ഇതൊക്കെ പറയാനുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ലൈഫിനോട് ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അതെ, ബിഹേവ് അത് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതാണ് ഇപ്പൊ ഈ സോഷ്യോളജിക്കലി നമ്മൾ മാനേജ് ചെയ്യണം. ഫിസിയോളജിക്കലി എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇതാക്കി കൊടുക്കണം, സൈക്കോളജിക്കലി കൊടുക്കണം. ഇതേ സമയത്ത് പല വീട്ടിലെയും പാരന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഡിവോഴ്സ്, അതിന്റെ കുറെ പ്രശ്നങ്ങള്, ഗ്രാൻഡ് പാരന്റ്സുമായിട്ടുള്ള വഴക്കുകളുടെ പ്രശ്നങ്ങള്. ഇത് ഇങ്ങനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒന്നും പഠിക്കാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ ബഹുമാനം ഒന്നും അടിച്ചിട്ടും പേടിപ്പിച്ചിട്ടും ഉണ്ടാക്കേണ്ട സാധനം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സംഭവത്തിൽ തന്നെ അതൊരു പ്രായം നിന്ന സ്ത്രീയാണ് പറയണത്. അപ്പൊ എന്താ ആന്റി എന്ന് ഞാൻ മാഷിനോട് പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു ബിഹേവിയർ പഠിപ്പിച്ചു കൊടുക്കാണ്ട് ഇതിന് ഈ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു അർത്ഥവത്തായിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് അഡോളസെന്റിൽ കുറേ ക്യാരക്ടർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെയൊക്കെ കാലത്ത് നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ പരിഹസിക്കില്ല. നമ്മളത് കുറേം കൂടിയൊക്കെ ഒരു നമുക്ക് വേറൊരു പേടി വേണം നമുക്ക്. അങ്ങനെ എന്തെങ്കിലും കളിയാക്കാൻ തന്നെ പേടി, കളിയാക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു മനോഭാവം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അത് എങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നു അറിയില്ല. ഇപ്പൊ പാരന്റ്സ് പറഞ്ഞു തന്നിട്ടായിരിക്കാം. അത് ഒരു പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് വളരെ കുറവാന്ന് പറയാൻ പറ്റും. അതേസമയം ഇപ്പൊ ഇവിടെ പഠിക്കാൻ വരുമ്പോ ചില കുട്ടികൾ അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാൻ സ്കൂളുകളിലേക്ക് പോകാറുണ്ട്, കോളേജുകളിലേക്ക് പോകാറുണ്ട്. കോളേജിൽ പോണ കുട്ടികളെക്കാൾ കൂടുതൽ കളിയാക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിരിക്കുന്നത് സ്കൂളിലെ കുട്ടികളാണ്. അവര് നമ്മൾ സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ എന്തേലൊക്കെ പറഞ്ഞു പോയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. ചില കുട്ടികൾ അങ്ങനെയല്ല കേട്ടോ, വളരെ കെയർഫുൾ ആയി കേൾക്കും. അപ്പൊ ഈ കളിയാക്കുന്ന കുട്ടികളെ നമ്മൾ ചീത്ത പറഞ്ഞിട്ടോ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോക്കോന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അവരവിടെ നിന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം, ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞാൽ അവർ നമ്മളെ കേൾക്കാൻ തുടങ്ങും. പിന്നെ ഡ്രഗ്സ് കഴിച്ചിട്ട് വന്നിരിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവര് നമുക്ക് പ്രത്യേകിച്ചിട്ട് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയങ്ങളിൽ. അപ്പൊ ഈ സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു ടീച്ചേഴ്സിനും പേടിയാണ്. ഇപ്പൊ ഇന്നത്തെ സിസ്റ്റം അങ്ങനെയല്ലേ, കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല, തല്ലാൻ പാടില്ല, പലതരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ഇതിപ്പോ എന്താ വെച്ചാല് ചെറിയ രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമാണ് എല്ലാ ഇതിലെന്നാണ് എനിക്ക് തോന്നിയത്. സിസ്റ്റം തന്നെ ശരിക്കും മാറ്റണം. ഇപ്പൊ എന്റെ മക്കളൊക്കെ പഠിക്കുമ്പോൾ അവര് ഹിന്ദു സ്കൂളിലാണ് പഠിച്ചത്, BVയിൽ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അവരൊരു മോറൽ ക്ലാസ് എന്ന് പറയുന്നത് ഈ പുരാണവും അതും മാത്രമാണ്. ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ കാറ്റഗിസത്തിന് മാത്രം ഉള്ള പിള്ളേർ മിക്കതും അത് തന്നെയായിരിക്കും. അപ്പൊ മറ്റുള്ളവർക്ക് എന്താണ് മോറൽ ക്ലാസ് കൊടുക്കണേന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു ക്ലാസ്, അതായത് ബിഹേവ് എങ്ങനെ മറ്റുള്ളവർ ബിഹേവ് അതാണ് ആവശ്യം. അതൊക്കെയാണ് ഒരു ക്ലാസ് ആഴ്ചയില് അല്ലെങ്കിൽ ഒരു ദിവസം കൊടുക്കണം. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, ജെൻഡർ വ്യത്യാസമില്ലാതെ, ജാതി മതഭേദമില്ലാണ്ട്, കളറ് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാണ്ട്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലാത്ത ഒരു സമൂഹത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് വിദ്യാഭ്യാസം. ഇതിനെ പറ്റി അത് കുറച്ച് എന്തെങ്കിലും പറയണം, എങ്ങനെയാണ് അതിന്റെ ഇൻസ്പിറേഷൻ വന്നത്? ഞാൻ ആക്ച്വലി ചെറുതിൽ എനിക്ക് ഭയങ്കര ഫാന്റസിയിലാണ് ഞാൻ വായിച്ചിരിക്കുന്ന പുസ്തകം. ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്. വളരെ ചെറുതിൽ തന്നെ നന്നായി പുസ്തകം വായിക്കുന്ന ഒരാളാണ്. അതില് ഫിക്ഷൻസ് ആണ് കൂടുതൽ വായിച്ചിരിക്കുന്നത്, ലേഖനങ്ങളൊക്കെ കുറവാണ്. പിന്നെ യാത്രയൊക്കെ ഞാൻ നന്നായി വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങള്.
അപ്പൊ ഈ 1001 രാവുകൾ എന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഇതാണ്. അതായത് ഇത്രയും കഥകള് ഇത്രയും ഫാന്റസൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അതുപോലെ വിക്രമാദിത്യൻ, അങ്ങനെയുള്ള പല കഥകള് എന്നെ ഈ സാരോപദേശം അത്തരം കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഫാന്റസി എന്നും എന്റെ മനസ്സിലുണ്ട്. സ്വപ്നം കാണാനുള്ള ഒരു താല്പര്യം കൂടുതലാണ്. അപ്പൊ ഈ കുട്ടിയിൽ തന്നെ അതൊക്കെ എഴുതില്ല. അതൊന്നും ഇപ്പൊ ആരും അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ ഇപ്പൊ പ്രോത്സാഹനമൊക്കെ വളരെ കുറവാണ്. പിന്നീട് ഒരു 10-31 വയസ്സിലാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? ഉണ്ട്. ചെറുകഥാ സമാഹാരമുണ്ട്. പിന്നെ ഈ പേരിൽ തന്നെയാണോ സ്മിത? അതെ, സ്മിത കോടനാട് തൊട്ടേ ഞാൻ എഴുതാറുള്ളൂ. ആകാശി എന്ന് പറഞ്ഞൊരു ചെറുകഥാ സമാഹാരം, പിന്നെ അമ്മുവിന്റെ കളിക്കൂട്ട് കൊണ്ടൊരു ബാലസാഹിത്യം, പിന്നെ വിവർത്തനങ്ങൾ 2-3 ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവൈലബിൾ ആണോ? DC ബുക്സ് അങ്ങനെയുള്ളത്? ഒലീവിൽ ഉണ്ടായിരുന്നു 2 അതിപ്പോ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അത്ര അറിയില്ല, കാരണം ഇപ്പൊ ഞാൻ അവരുടെ കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മാതൃഭൂമിയിലെ അദൃശ്യ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. DC ആയിട്ട് ഞാൻ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നുള്ളത് കുട്ടികളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടുള്ള പുസ്തക പ്രസാധക സംഘം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്, ജോസി സാറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ അങ്ങനെ പിന്നെ സൈക്കോളജിക്കൽ ബുക്ക് പാരന്റിങ്, അത് മറ്റുള്ളവരിലേക്ക് എത്തണം, വായിക്കാൻ കുറെയൊക്കെ എത്തിയിട്ട് തോന്നുന്നു. കുറച്ചൊക്കെ പേര് പറയാറുണ്ട്. അപ്പൊ പാരന്റിങ്ങിന്റെ പുസ്തകം നന്നായിട്ട് പോയിട്ടുള്ള ഒരു ഇതാണ്. പലർക്കും ഇദ്ദേഹം വന്ന മാഷ് പാരന്റിങ്ങിന്റെ പുസ്തകം വായിച്ചിട്ടാണ് എന്നെ കാണാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് കുറെ പേര് നമ്മളടുത്ത് സംസാരിക്കാറുണ്ട്. ചെറിയൊരു പുസ്തകമാണ്, ഇനിയിപ്പോ അത് വലുതൊരെണ്ണം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളുടെ എക്സ്പീരിയൻസും നമ്മളുടെ കാഴ്ചപ്പാടുകളും വെച്ചിട്ട് ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നും പ്ലാൻ ആയി തുടങ്ങണേ ഉള്ളൂ. പിന്നെ ഒരു നോവൽ ഏകദേശം കഴിയാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സയൻസ് ഫിക്ഷൻസ് ആണ് 2-3 ഞാൻ ചെയ്തിരിക്കുന്നത്. നോവലൊക്കെ പ്രസിദ്ധീകരിക്കില്ലേ? വേണം, അത് കുറച്ചും കൂടി ഉണ്ട്. ബാക്കി സാധക സംഘക്കാർ പറഞ്ഞിട്ട് എഴുതുന്നത് തന്നെയാണ്. ചെറുകഥകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതിരും. പിന്നെ യാത്രാ വിവരണം എഴുതാൻ ഇഷ്ടമാണ്. പിന്നെ സൈക്കോളജിക്കൽ ലേഖനങ്ങൾ നല്ല ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. യാത്രകൾ ധാരാളം ചെയ്യുന്നത്. യാത്രകൾ ഒരു 30 വയസ്സ് മുതൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സോളോ യാത്രകളും? സോളോ ആണ് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ ഏജ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോളോ കുറച്ച് കുറയ്ക്കുന്നുണ്ട്. എന്നാലും സോളോ ചെയ്യുമ്പോ ഉണ്ടാവണ ഒരു എനർജി വേറെയാണ്. എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അപ്പൊ ഗ്രൂപ്പിന്റെ കൂടെ പോകുമ്പോ, ഫാമിലിയുടെ കൂടെ പോകുമ്പോ, മക്കളുടെയും ഹസ്ബൻഡിന്റെ കൂടെ പോകുമ്പോ, അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സന്തോഷമാണ്. പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോ എനിക്ക് ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലാക്കാനും, പല ആളുകളുടെ സംസാര രീതി കേൾക്കാനും, അവരിൽ നമ്മളൊരാളായി ചെല്ലാനും, കുറച്ചുകൂടെ എനിക്ക് സമയം എടുത്തിട്ട് അവരോടൊക്കെ സംസാരിക്കാനും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറ്റാറുണ്ട്. അപ്പൊ ഞാനിത് സ്മിതനെ കാണണം. കുറെ കൊല്ലങ്ങളായി ഇപ്പൊ കണ്ടിട്ടും. ഞാനും വേറെ സ്ഥലത്തായിരുന്നു. അപ്പൊ ഞാൻ സ്മിതനെ കാണണം, ഒന്ന് ഇതുപോലൊരു ഇന്റർവ്യൂ ചെയ്യണം. എന്നിട്ട് സ്മിതയിലുള്ള കഴിവുകൾ തന്നെ പുറത്തു കൊണ്ട് മറ്റുള്ളവർ അറിയണം. അങ്ങനെ അറിയണം, മറ്റുള്ളവർ അറിയണം. എനിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. അതെ. അപ്പൊ ഞാൻ സ്മിതയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കും. നമ്മള് കാരണം ഒരാൾക്ക് സന്തോഷമാണെന്ന് കേട്ടാൽ നമുക്ക് സന്തോഷം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും നാൾ ട്രൈ ചെയ്യുന്നത്. നമ്മള് എന്തെങ്കിലും വേണ്ടി ജീവിക്കുമ്പോ തന്നെ നമുക്ക് സന്തോഷമാണ്. നമുക്ക് വേണ്ടിയിട്ടാകുമ്പോ അത് കൂടുതൽ ഇരട്ടിയാവും. അത് തന്നെ. അപ്പൊ വളരെ സന്തോഷം സ്മിതയെ കണ്ടതിലും, ഇങ്ങനെ ഇത് എടുക്കാൻ പറ്റിയതിലും. ശരി.